കോഴിക്കോടിൻ്റെ സ്വന്തം എഞ്ചിനീയറിംഗ് കോളേജ്. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ ക്യാമ്പസ് ലൈഫും നമുക്ക് ഈ വീഡിയോയുടെ കണ്ടറിയാം. വെൽക്കം ടു കീപ് നാവിഗേറ്റർ ബൈ MC ഗോകുലം. ലെറ്റ്സ് ഗോ. എൻ്റെ വീട് എറണാകുളത്താണ്. അതേപോലെ തന്നെ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 3 കൊല്ലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് പറയാനാണെങ്കിൽ അത് ഇവിടുത്തെ സ്ഥലമാണ് കോഴിക്കോട്. സാംസ്കാരിക നഗരം നിങ്ങളെല്ലാം എല്ലാവരും പറയുന്ന പോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയ നഗരമാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ആളുകളും അത്രയും നല്ല നല്ല എന്താ പറയാ സ്നേഹമുള്ള നല്ല മനുഷ്യന്മാരാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫുഡ് സിറ്റി എന്താ പറയാ ഏറ്റവും കൂടുതൽ ഫുഡ് സ്പോട്ടുകൾ കേരളത്തിലുള്ള സ്ഥലം കോഴിക്കോട് തന്നെയാണ്. നമ്മുടെ ബീച്ച് ഈ പറഞ്ഞ ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അത്രയധികം ഫുഡ് സ്പോട്ടുകളുണ്ട്. നമ്മൾ ഈ കേൾക്കുന്ന ഹൈപ്പിന് വേർഡ് ഹൈപ്പാണ് ഈ സിറ്റി ആക്ച്വലി. ഇപ്പൊ നമ്മള് എന്താ പറയാ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മള് വരും, പക്ഷെ ഇവിടെ എത്ര വെറൈറ്റി ഓഫ് ബിരിയാണി ഉണ്ട് നിങ്ങളോട് വന്ന് ഓരോ സ്പോട്ടിൽ പോയി കഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അത്രയധികം അടിപൊളി ഈ പറഞ്ഞ ബിരിയാണി സ്പോട്ടുകളും അതേപോലെ എന്താ പറയാ നമ്മളെല്ലാവരും ഇപ്പൊ പറയുന്ന പോലെ മന്തി സ്പോട്ടുകളും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഉള്ളത്. ഇവിടെ പേരെങ്ങനെയാണ്? എൻ്റെ ഒരു ഫർഹാൻ അസീസ്. ഓക്കെ ഫർഹാൻ. ഫർഹാൻ, ഇവിടെ ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് ഉള്ളത്? അവിടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമുക്കിപ്പോൾ ഇവിടെ നിലവിലുള്ളത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എഞ്ചിനീയറിംഗ് കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ ആണ് വന്നത്. ശരി. അതും കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഇവിടെ മാത്രമേ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇത്തവണ പുതിയതായിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കൂടി ഒരു പുതിയ കോഴ്സ് കൂടി ഉണ്ട്. ഈ ഒരു ഇയറിലോട്ട് തുടങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നോർമലി ബാക്കിയുള്ള എല്ലാ നിലവിലുണ്ടായ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം 60 ഇൻടേക്കാണ് ഉള്ളത്. പക്ഷെ പുതിയ നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഇത്തവണ 30 ഇൻടേക്കാണ് ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ 4 MTech കോഴ്സുകളുണ്ട്. അത് സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ അപ്ലൈഡ് ഇലക്ട്രോണിക്സും കെമിക്കൽ എഞ്ചിനീയറിംഗും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും നമ്മൾ MTech കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവിടെ അഡ്മിഷൻസ് പ്യൂർലി കീമാണ്, വേറെ യാതൊരു സീറ്റും ഇല്ല. പ്യൂർലി എല്ലാ സീറ്റും കീം വഴിയാണ്. പിന്നെ അതേപോലെ സെക്കൻഡ് ഇയറിൽ നമ്മൾ ലെറ്റ് ഇൻടേക്ക് ഉണ്ടാവാറ്, ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി. ഹരി, ഇവിടെ 4 മണി വരെ ക്ലാസ് ടൈമിങ്സ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് എന്തൊക്കെയാണ് ഇവിടെ കോമൺലി ചെയ്യുന്ന കാര്യങ്ങൾ? ഇവിടെ നമ്മൾ 4 നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ഒരു 5:30-9 വരെ നമ്മുടെ കോളേജിൽ ഓപ്പൺ ആയിട്ട് സ്റ്റുഡൻസിന് ഇവിടെ ലൈവായിട്ട് നിൽക്കാൻ പറ്റും. നമ്മളിവിടെ ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ ആയിട്ട് നമ്മളിവിടെ നമുക്ക് ഗ്രൗണ്ടില്ല, നമ്മളിവിടെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ തന്നെ ഇവിടെ ഇതൊക്കെ ക്രിക്കറ്റ് ആയിട്ട് കളിക്കും. പിന്നെ വൈകിട്ട് ഇത് കഴിഞ്ഞാൽ നമ്മളിവിടെ തൊട്ടത് ബീച്ചുണ്ട്. അത് 1 കിലോമീറ്റർ തികച്ച് നടക്കാനില്ല നമുക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ബീച്ചിൽ നിന്ന് ഹാങ് ഔട്ട്സ് നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ 2 ബീച്ചുണ്ട്, വരക്കലുണ്ട്, കോനാട്ട് ബീച്ചുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ബീച്ചിലേക്ക് 5 കിലോമീറ്റർ ഉള്ളൂ അവിടേക്ക് യാത്ര. അപ്പോൾ അവിടേക്കും പോവാം അങ്ങനെയായിട്ട്. പിന്നെ അടുത്ത ഈവനിങ് ഫുഡ് സ്പോട്സ് അങ്ങനെ എന്തെങ്കിലും? ഫുഡ് സ്പോട്സ് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇവിടെ തന്നെ ഈ കോളേജിന് ചേർന്നിട്ട് ഒരു 3-4 കടകളുണ്ട്. ഇപ്പോൾ ഒരു പെനി ഐസ്ക്രീം അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ കടകളും. പിന്നെ അതിൻ്റെ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറേക്ക് പോയി നമ്മുടെ നടക്കാവ് കുറേ ഫുഡ് സ്പോട്ടുകളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ദിവസം നമുക്കൊരു ലീവ് കിട്ടി, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി തിരിച്ച് വരാൻ പറ്റുന്ന കുറച്ച് ഹാങ് ഔട്ട് സ്പോട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഈ കോഴിക്കോട് ചേർന്നിട്ട് അറിയാലോ വയനാട്. അപ്പോൾ നമ്മൾ ഈ വയനാട് ചുരം, പിന്നെ അതുപോലെ താമരശ്ശേരി, ഇവിടേക്കൊക്കെ നമുക്ക് ഒരു 40 കിലോമീറ്റർ തികച്ചുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നാരങ്ങത്തോടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പൊൻകുന്ന് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, വയലാടി ഉണ്ട്. ഇവിടേക്കൊക്കെ നമുക്ക് പിന്നെ കക്കയം അതൊക്കെ നമുക്കിവിടെ ആക്സസിബിൾ ആണ്. തൊട്ടടുത്ത് നിസ്സാരമേ ഉള്ളൂ, ഒരു ദിവസം പോയി വരാനെന്നുള്ളൂ. അനുഗ്രഹ, ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ പറ്റി ഒന്ന് പറയാമോ? നമുക്കിപ്പോൾ ലേഡീസ് ഹോസ്റ്റൽ ഉള്ളത്. അവിടേക്ക് നമ്മൾ ഡിസ്റ്റൻസ്, ഇൻകം, പിന്നെ മറ്റ് ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. 150+ സ്റ്റുഡൻസിനാണ് അവിടേക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. പിന്നെ മറ്റ് കുട്ടികൾക്കായിട്ട് നമ്മുടെ കോളേജിന് അടുത്ത് തന്നെ ആയിട്ട് 20-25+ നമുക്ക് PGs വരുന്നുണ്ട്. പിന്നെ ബോയ്സിന് നമുക്കിപ്പം കറൻ്റ്ലി മെൻസ് ഹോസ്റ്റൽ ഇല്ല, നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റിംഗ് ആണ്. അപ്പോൾ ഒരു PG തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ അഡ്മിഷൻ സമയത്ത് തന്നെ യൂണിയനും പിന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളും കൂടിയിട്ട്
എല്ലാ അഡ്മിഷൻ സമയത്ത് നമ്മളെല്ലാം റെഡി ആയി കൊടുക്കാറുണ്ട് PGs ഒക്കെ. നമുക്കിപ്പം PGസിൽ ഏകദേശം ഒരു PG തന്നെ 20+ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടേക്ക് റെന്റും കാര്യങ്ങളൊക്കെ വരുന്നത് 5,500 അങ്ങനെയാണ്. PGസിൽ വരുന്നത്. LHലാണെങ്കിൽ 3,000 ആണ് മാക്സിമം വരുന്നത്. ഇവിടത്തെ ഫുഡ്സ് എങ്ങനെയാണ്? ഫുഡ് ഡീസെന്റ് ആണ്. ഇപ്പൊ രാവിലെ ഉണ്ട്, ഉച്ചയ്ക്കുണ്ട്, അതുപോലെ വൈകിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ട്. അപ്പൊ അത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നുണ്ട്. പുറത്ത് നമുക്ക് ആശ്രയിക്കുന്നവരും ക്യാൻറ്റീൻ തന്നെ നമ്മൾ ആശ്രയിക്കാറ്. ഞാനൊരു ഹോസ്റ്റലറാണ്. അപ്പൊ ഞാൻ രാവിലത്തെ ഫുഡും ഉച്ചയ്ക്ക് ഫുഡും മാക്സിമം ക്യാൻറ്റീനൊക്കെ കഴിക്കാറ്. നിധി, ഇവിടുത്തെ ഫ്രഷേഴ്സ് ഡേ, കൾച്ചറൽ ഫെസ്റ്റ് അതിനൊക്കെ പറ്റി ഒന്ന് പറയാമോ? ഓക്കെ, നമുക്കിപ്പോ ഇവിടെ നമുക്ക് ഫെസ്റ്റ് ആയിട്ട് വരുന്ന ടെക് ഫെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ആർട്സ് ഫെസ്റ്റ് ഉണ്ട്. ടെക് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഇയേഴ്സ് ആയിട്ട് ലക്ഷ്യ എന്നുള്ള പേരിലാണ് നമ്മൾ ടെക് ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ കോളേജിലത്തെ ഏറ്റവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഗ്രേറ്റസ്റ്റ് ഫെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ആയിട്ട് നമ്മൾ മെയിൻലി ടെക്നിക്കൽ ആണെങ്കിലും നോൺ ടെക്നിക്കലാണ് എല്ലാ ഇവന്റ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാണ് ചെയ്യുന്നത്. അതേപോലെ ആർട്സ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി ഇവിടെ വരുന്ന കൾച്ചറൽ ക്ലബ്സ് എന്ന് പറയുന്നത് പാതാളം വരുന്നുണ്ട്, അത് മ്യൂസിക് ബാൻഡ് ആണ്. അതേപോലെ തന്നെ ഡാൻസ് ക്ലബ് ഉണ്ട്, ദക്ഷ ഡാൻസ് ക്ലബ് എന്നാണ് പേര്. അപ്പോൾ ഈ ക്ലബ്സ് കൊളാബറേറ്റ് ചെയ്ത്, അതേപോലെ തന്നെ നേരത്തെ പറയുന്ന ഡെയിലീസ് നമ്മുടെ ഇവിടുത്തെ ഫിലിം ക്ലബ്ബാണ്, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിലിം ക്ലബ്ബാണ്. അതേപോലെ ലിറ്ററേച്ചർ ക്ലബ് ഉണ്ട്. ഈ ക്ലബ്സ് എല്ലാം കൂടി ചേർന്നിട്ട് നമുക്കൊരു ലിറ്ററേച്ചർ ഫിലിം ഫെസ്റ്റ് ആയിട്ടുള്ള ഹിക്കായത്ത് നമുക്ക് കഴിഞ്ഞ ഇയേഴ്സ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതും ആണ് നമ്മളുടെ ഇവിടെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്ന കൾച്ചറൽ ക്ലബ്സ് ആയിട്ട് വരുന്നത്. അതിലാണ് നമ്മളൊരു പാർട്ടിസിപ്പേഷൻ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഉള്ള കുറെ കുട്ടികളെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഒക്കെ ത്രൂ ആ ഒരു ഫെസ്റ്റ് കാര്യങ്ങളാണ്. പുറത്ത് കോളേജസിലൊക്കെ പോയി ഈവന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? യെസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ നമുക്കിപ്പോൾ ടെക്നിക്കലിൽ ഇപ്പോൾ IDC സബ്മിറ്റ്സ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പൊ മ്യൂസിക് ബാൻഡ്സ് ആണെങ്കിലും ഡാൻസ് ക്ലബ്സ് ആണെങ്കിലും ഇപ്പൊ നമുക്ക് കുറെ പ്രൈസ് NITസിൽ കഴിഞ്ഞ മ്യൂസിക് ബാൻഡ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ പ്രൈസ് ഹോൾഡേഴ്സ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഇവന്റ്സ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ചെയ്യാത്ത ഒരു ബാൻഡാണ് ഇവിടെ ഉള്ളത്. ശ്രീഹരി, ക്യാമ്പസിലെ പൊളിറ്റിക്സിനെ പറ്റി ഒന്ന് പറയാമോ? നിലവിൽ ക്യാമ്പസിൽ അത്യാവശ്യം നല്ല തരത്തിൽ തന്നെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും ബാക്കി എന്ത് പ്രശ്നങ്ങളും പുറംനാട്ടിലായാലും നമ്മുടെ വിദ്യാർത്ഥി സംഘടനയിലും എല്ലാം നടന്നാലും ഇവിടെ ശക്തമായി എല്ലാ സംഘടനകളും പ്രവർത്തിക്കാറും കാര്യങ്ങളുണ്ട്. എവിടെ ഒരു പുറത്തൊരു സാമൂഹിക പ്രശ്നം നടന്നാൽ പോലും കോളേജിൽ അത് പ്രതിഫലിക്കാറുണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നാൽ എല്ലാ സംഘടനയും ഒരുമിച്ച് തന്നെ നിന്ന് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഹെൽപ്പ് ഡെസ്ക് പുതിയതായി വിദ്യാർത്ഥികളോട് ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്തായപ്പോൾ എല്ലാ സംഘടനകളായ യൂണിയൻ ആയാലും ഇവിടെ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളൊക്കെ ഇട്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് വേണ്ട സപ്പോർട്ടിനായാലും ഇവിടെ എല്ലാ സംഘടനകളായാലും യൂണിയൻ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ജവാദെ, ഇവിടുത്തെ കോളേജിലെ സ്പോർട്സിനെ പറ്റി ഒന്ന് പറയാമോ? കോളേജ് സ്പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ലിമിറ്റഡ് ഫെസിലിറ്റീസ് ആണ്. പക്ഷെ എന്നാൽ പോലും ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സപ്പോർട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ അടുത്തുള്ള പോളിടെക്നിക്കൽ കോളേജിൽ നിന്നായാലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്നായാലും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എന്ന് കാരണം ഇവിടുത്തെ പ്രിൻസിപ്പളായാലും സാറുമാരായാലും സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ മാത്രമല്ല, ലാസ്റ്റ് ഇയറിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയൊക്കെ സോണൽ ചാമ്പ്യൻസ് ആണ്. ബാസ്കറ്റ്ബോളിലും ഹാൻഡ്ബോളിലും ചെസ്സിലൊക്കെ ട്രോഫീസ് ഉണ്ട്. അവിടെ ഗ്രൗണ്ട് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഗ്രൗണ്ട് നമുക്ക് ബാസ്കറ്റ്ബോൾ കോർട്ട് മാത്രമേ ഉള്ളൂ. വേറെ ഗ്രൗണ്ട് കോളേജിന്റെ അണ്ടറിലില്ല. നമ്മൾ പക്ഷേ പോളിയിൽ ഗ്രൗണ്ട് ഉണ്ട്, അടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ടാണ് ചെയ്യൽ. അടുത്ത് ഒരേ കോമ്പൗണ്ട് അല്ലേ? ഒറ്റ കോമ്പൗണ്ട്. അപ്പോൾ ഓക്കെ, ഗ്രൗണ്ട് തന്നെയാണ് ഷെയർ ചെയ്യലാണ്. ശരി. ഓക്കെ. അപ്പൊ അവിടെ വേറെ പെർമിഷൻസ് എടുക്കുക അങ്ങനെ ജസ്റ്റ് അവിടെ ഇൻഫോം ചെയ്യും സാർമാരോടൊക്കെ. നമുക്ക് പ്ലേസ്മെന്റ്സിൽ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഇപ്പോൾ പാസ് ഔട്ട് ആയ ഇയറിൽ 150 നിയർലി സ്റ്റുഡൻസ് ആണ് ഇവിടെ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ കമ്പനീസ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇൻഫോസിസ്, ക്വസ്റ്റ്, പിന്നെ വെന്യൂ, പിന്നെ TCS, TVS, പിന്നെ കോർ കമ്പനീസ് ആയിട്ടുള്ള RB സ്ട്രക്ചേഴ്സ്, ഹൈലൈറ്റ്, പാരഡം, പിന്നെ വാക്കറോ, അങ്ങനത്തെ കമ്പനീസാണ് നമുക്കിവിടെ മെയിൻലി വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്ലേസ്മെൻറ്റ്സ് എല്ലായാലും നമുക്ക് അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്. നമുക്ക് 3rd ഇയർ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും നാൾ
ട്രെയിനിങ് കൊടുത്തിരുന്നത്. നമ്മൾ നെക്സ്റ്റ് ഇയേഴ്സ് തൊട്ടിട്ട് വരുന്ന ബാക്കി ഇയേഴ്സിനും കൂടി എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയാണ്? ഫാക്കൽറ്റീസ് ഒക്കെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയ ഫാക്കൽറ്റീസ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ അത്യാവശ്യം ശ്രദ്ധിക്കുകയും നമ്മളെല്ലാ കാര്യത്തിലും മെൻറ്റർ ചെയ്യാനൊക്കെ അവരെപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആൾക്കാർ തന്നെയാണ്. എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഫാക്കൽറ്റീസ് തന്നെയാണ് എല്ലാവരും. ഇവിടുത്തെ ലാബ്സ് ആൻഡ് സ്റ്റഡി ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ, അതിനെ പറ്റി എന്താണ്? ലാബ് ഫെസിലിറ്റി ഒക്കെ എല്ലാം ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അത്യാവശ്യം നല്ല ഇൻസ്ട്രുമെന്റ്സും, കെമിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതേപോലെ സിവിൽ മെക്കാനിക്കലൊക്കെ എല്ലാം നല്ല ലാബ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിലവിൽ ഇപ്പോൾ പുതിയ CCF അതേപോലെ കമ്പ്യൂട്ടറിന്റെ ലാബൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇനാഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. പുതിയ പുതിയ ഫെസിലിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോളേജിലേക്ക്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ സ്റ്റഡി അറ്റ്മോസ്ഫിയറും ലൈബ്രറി ഫെസിലിറ്റീസ്, ലൈബ്രറി ഇപ്പോൾ നിലവിൽ നമ്മുടെ ഓൾഡ് ബ്ലോക്കിലായിരുന്നു. ഇപ്പോൾ ഇത്തവണ പുതിയ ലൈബ്രറി ബ്ലോക്കിലേക്ക് മാറുന്നു. അപ്പോൾ നിലവിൽ അവർ 6 മണി വരെയാണ് ടൈം പറഞ്ഞേക്കുന്നത്. പിന്നെ എക്സാം സമയത്ത് നമ്മൾ പ്രിൻസിപ്പലിനോട് എക്സ്ട്രാ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂട്ടി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് നല്ല കാമൻ ക്വയറ്റായിട്ട് വന്ന് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ക്യാമ്പസിലുണ്ട്. നിലവിൽ നമ്മൾ യൂണിയന്റെ കീഴിലായിട്ട് ഇവിടെ നമ്മൾ യൂണിയൻ ഡേ നടത്തി. അതെങ്ങനെയാണെന്ന് പാട്ടുകളിക്കിന്റെ ഒരു കൺസേർട്ട് നടത്തിയത്. അത് ഇത്രയും നമ്മളുടെ ഒരു 12 മണി വരെ ഒരു ഡ്യൂറേഷനുള്ള പരിപാടിയായിരുന്നു. സാധാരണ ഇല്ല, ഈ നൈറ്റ് ലൈഫ് ഒരു 12 മണി വരെ നമ്മൾ കോളേജിൽ ഒരു പരിപാടി നടത്തി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ T20 വേൾഡ് കപ്പ് അത് ഇവിടെ നമ്മൾ നടത്തി. ആ ലേറ്റ് നൈറ്റ് ടൈം ആയാലും നമ്മൾ ടീച്ചേഴ്സ് സഹകരിച്ച് ഇവിടെ അതിന്റെ ഒരു സ്ക്രീനിങ് നടത്തിയായിരുന്നു. അത് നല്ലൊരു സ്വീകാര്യത പിള്ളേരുടെ ഇടയിൽ നല്ല രീതിയിലായിരുന്നു. നല്ലൊരു നൈറ്റ് ലൈഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂണിയന്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ നല്ലൊരു വലിയൊരു പരിപാടി കൊണ്ടുവരുന്ന പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല ടെക് ഫെസ്റ്റ്, നല്ല ആർട്സ് ഒക്കെ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഫുഡ്സ് എങ്ങനെയാണ്? ഫുഡൊക്കെ അടിപൊളിയാണ്. കോഴിക്കോട് ആയതുകൊണ്ട് കഴിക്കാം, നല്ല ഫുഡാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഹോംലി ഫുഡ് തന്നെയാണ് കിട്ടാറ്. ചില ദിവസം സ്പെഷ്യലായിട്ട് ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് ടെക്നിക്കൽ സെൽസ് ഉണ്ട്, നോൺ ടെക്നിക്കൽ സെൽസ് ഉണ്ട്. അതിൽ ടെക്നിക്കൽ സെൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ IEEE ഉണ്ട്, IST ഉണ്ട്, അതേപോലെ മ്യൂലേൺ, ടിങ്കർ ഹബ്ബ്, അതേപോലെ വൈബ് ഉണ്ട്. വൈബ് എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ IEDC, IIC, TBI ഇതെല്ലാം കൂടിയും ഈ സെൽസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരൊറ്റ സെല്ലായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, വൈബ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ ഈ IDC സമ്മിറ്റിനൊക്കെ പിള്ളേർക്ക് നല്ലോണം സപ്പോർട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരുപാട് പിള്ളേർ പോകാറുണ്ട്. IDC സമ്മിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ IEEEയുടെ അണ്ടറിൽ തന്നെ നേരത്തെ നമ്മൾ പ്രൊജക്ട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ നല്ല നല്ല പ്രൊജക്ട്സും ഇവിടെ ഓൺഗോയിങ് ആണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ വിമൻ അവെയർനെസ് അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കുറച്ചും കൂടിയും സ്പെസിഫിക് ആയിട്ടും അതേപോലെ തന്നെ റെലവൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം ഫെസ്റ്റ് കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലും ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ വിമൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു മിസ്റ്റേക്കണായിട്ട് ഇത് വിമൻസ് ഓൺലി ഫെസ്റ്റ് ആണെന്നുള്ളൊരു കാര്യം വരും. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉള്ള, എല്ലാവർക്കും നോളജും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു മെയിൻ ഫെസ്റ്റായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഫെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ കോളേജിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനേക്കാളും ടൗണിനോട് ഏറ്റവും അടുത്തെടുക്കുന്ന കോളേജാണ് നമ്മുടെ കോളേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ വന്ന് ഇറങ്ങുന്ന കുട്ടിക്ക് ജസ്റ്റ് ഒരു 15 രൂപ ചാർജിൽ ബസ് കയറി സുഖമായിട്ട് നമ്മുടെ കോളേജിലേക്ക് ബസ് എപ്പോഴും ഉണ്ട്. കാരണം കോഴിക്കോട് കണ്ണൂർ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ കോളേജ് ഉള്ളത്. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വരാൻ പറ്റും. അതോടൊപ്പം തന്നെ ബസ്സിൽ ലോക്കൽ സ്റ്റേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമു അതുപോലുള്ള ട്രെയിൻ സൗകര്യങ്ങളും നമ്മുടെ ഇവിടെ തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് എല്ലാം വളരെ തൊട്ടടുത്ത് തന്നെ ആക്സസിബിൾ ആണ്. ഇവിടെ തന്നെ നമ്മുടെ ഓൺലൈൻ ഡെലിവറി സൗകര്യങ്ങളൊക്കെ അതൊക്കെ അത്യാവശ്യം ഉള്ളേരിയകളിലാണെങ്കിൽ കിട്ടാത്ത സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതേപോലെയുള്ള ഡെലിവറികൾ, പിന്നെ സ്വിഗ്ഗി, സൊമാറ്റോ, ഇൻസ്റ്റമാർട്ട് അതേപോലെയുള്ള ഫുഡ് ഡെലിവറികൾ ഇതെല്ലാം എപ്പോഴും 24 hour നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏത് ഹോസ്റ്റലിലാണെങ്കിലും PGകളിലാണെങ്കിലും. അത് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇവിടുത്തെ ബസ് ഫെസിലിറ്റി, ഇവിടെ കോളേജ് ബസ് അതെ. അതേപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടുള്ള കുട്ടികൾക്കാണെങ്കിൽ സുഖമായിട്ട് ഫ്രീ ആയിട്ട് ബസ് ഫെസിലിറ്റി ഉണ്ട്. അത് ഒന്ന് നമ്മുടെ ഫറോക്ക് റൂട്ട്, കോഴിക്കോട് നിന്ന് ഫറോക്ക് റൂട്ടിലും, പിന്നെ മറ്റേത് കോഴിക്കോട് കുന്നമംഗലം മെഡിക്കൽ കോളേജ് കൂടിയുള്ള റൂട്ടിലുമാണ് 2 ബസ് റൂട്ടുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള കോഴിക്കോട് നിവാസികളായ കുട്ടികൾക്കും സുഖമായിട്ട് കോളേജിൽ വന്ന് പോകാനുള്ള സൗകര്യങ്ങളും ഉണ്ട്.
അല്ല അപ്പോ എത്ര മണി വരെയാണ് ആക്ച്വലി ഇവിടുത്തെ ക്ലാസ് ടൈമിങ്സ് എന്ന് പറയുന്നത്? നിലവിൽ 5:30 ക്യാമ്പസ് ക്ലോസ് ചെയ്യും, ക്ലാസ് റൂമുകൾ ക്ലോസ് ചെയ്യും. ക്യാമ്പസ് 9:30 വരെ ഉണ്ട്. 9 വരെ ഉണ്ട്. അപ്പോൾ ലൈബ്രറി 9:30 വരെ നമുക്ക് എക്സ്ട്രാ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ കിട്ടും. പിന്നെ നോൺ ടെക്നിക്കൽ സെൽസിനെ കുറിച്ച് പറയുകയാണെന്നുവെച്ചെങ്കിൽ നമുക്കിവിടെ NSS ഉണ്ട്, അതുപോലെ നമ്മുടെ ഒരു ഫിലിം ക്ലബ്ബ് ആയിട്ടുള്ള ഡെയിലീസ്, പിന്നെ കൾച്ചറൽ ക്ലബ്സ്, പിന്നെ ലിറ്ററേച്ചർ ക്ലബ്ബ്. അതേപോലെ തന്നെ നമ്മൾ ഈ ലിറ്ററേച്ചർ ക്ലബ്ബും ഡെയിലീസും കൂടി നമ്മളിവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലെ നടത്താറൊക്കെ ഉണ്ട്. പിന്നത്തെ നമ്മുടെ നോൺ ടെക്നിക്കൽ ഇത്രയാണ് നമ്മൾ നോൺ ടെക്നിക്കൽ സെൽസ്. പിന്നെ നമ്മൾ NSSനെ കുറിച്ച് പറയുകയാണെന്നുവെച്ചെങ്കിൽ നമ്മുടെ കോളേജിൽ നമ്മുടെ KTUവിൻ്റെ അണ്ടറിൽ വരുന്ന ബെസ്റ്റ് NSS സെൽസിലൊന്നാണ് ഇവിടുത്തെ NSS സെല്ല്. 2012 നമുക്കിവിടെ നാഷണൽ അവാർഡ് വരെ നമ്മുടെ കോളേജിൽ NSS സെല്ലിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോളേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറേ NSSൻ്റെ പ്രൊജക്ട്സ് വേറെ കോളേജിലുള്ള NSSകാർ ഇൻസ്പയർ ആയിട്ട് ഇപ്പോൾ കൊണ്ട് നടക്കുന്നതും കൂടി ഉണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു ലെഗസി ഉള്ളൊരു NSS യൂണിറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള PT സാർ ആണെങ്കിലും യൂണിയൻ ആണെങ്കിലും കൂടുതൽ ഫെസിലിറ്റീസ് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ നെറ്റ്സ് എല്ലാം കോളേജിൻ്റെ അകത്ത് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് മാത്രമല്ലാതെ വേറെ ഒന്നുമില്ലേ? നെറ്റ്സ് മാത്രമേ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അല്ല, നമ്മള് ബാഡ്മിന്റൺ കോർട്ടും പിന്നെ കൂടുതൽ എക്യുപ്മെന്റ്സ് എല്ലാം ചെയ്യാൻ നോക്കുന്നുണ്ട്. ശരി. നമുക്ക് നിലവിൽ 2-3-4 പ്രൊജക്ട്സ് ഇപ്പം കഴിഞ്ഞ ബാച്ച് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പം ഒന്നെന്ന് എടുത്ത് പറയുമ്പോൾ എൻ്റെ സീനിയേഴ്സ് ബാച്ച് ആയിട്ടുള്ള ഇപ്പം പാസ് ഔട്ട് ആയവർ ഫറൂഖ് പാലത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ഓൺഗോയിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതെന്ന് പറയുമ്പം അവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ഇപ്പം കറൻ്റ്ലി നടക്കുന്നുണ്ട്. ഗവൺമെൻറ് ഫണ്ടിൻ്റാണ് ആ പ്രൊജക്റ്റ്. പിന്നെ വേറൊരെണ്ണമെന്ന് പറയുമ്പം നമ്മുടെ എൻ്റെ തന്നെ വേറെ സീനിയേഴ്സ് ചെയ്തത് ഒരു പ്രൊജക്റ്റ് അവർ YP എന്ന് പറഞ്ഞൊരു YP 7.0 എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ പാസ്സായിട്ടുണ്ട്. അവർക്ക് അതിലൂടെ 25,000 ക്യാഷ് പ്രൈസും പിന്നെ പ്ലേസ്മെൻറ്റും ഓഫേർഡ് ആണ്. 3 പേർക്ക് കറൻ്റ്ലി പ്ലേസ്മെൻറ്റും കിട്ടി, HCL പ്ലേസ്മെൻറ്റും കിട്ടി. പിന്നെ വരുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ സിവിലിൻ്റെ അണ്ടറിൽ ഇപ്പം 4th ഇയേഴ്സ് ചെയ്തൊരു പ്രൊജക്റ്റ് ഗ്രീൻ എൻവയോൺമെൻറ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കോളേജിൽ നിലവിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ ക്ലബ്സിൻ്റെ അണ്ടറിൽ നമ്മൾ കുറേ പ്രൊജക്റ്റും കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പോൾ IEEEയുടെ അണ്ടറിൽ നമ്മൾ ചെയ്തൊരു പ്രൊജക്റ്റാണ് ബീച്ച് ഹോസ്പിറ്റലിൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ്സ് വിത്ത് ക്യാമറ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാം. അപ്പം നിരവധി ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ളതും കുറേ അല്ലാത്ത പ്രൊജക്ട്സും നമുക്ക് ഇങ്ങോട്ട് തേടി വരാറുണ്ട്. പിന്നെ കുറേ നമ്മുടെ സീനിയേഴ്സ് ആയാലും കാര്യങ്ങൾ സസ്റ്റൈനബിലിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്യുന്നതുകൊണ്ട് ബാക്കി കുറേ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നിലവിൽ അതാണ് നമ്മുടെ പ്രൊജക്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇവിടുത്തെ റാഗിങ്, സീനിയർ സപ്പോർട്ട്സ്, അതിനെപ്പറ്റി എന്താണ്? റാഗിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. വരുന്ന സമയത്ത് ഒരു പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് തന്നെയാണ് സീനിയേഴ്സായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സീനിയേഴ്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോൾ എന്ത് കാര്യത്തിനും ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും നമുക്ക് അപ്രോച്ചബിൾ ആണ് എല്ലാവരും. ഇപ്പം ഞാൻ പേഴ്സണലി ഇവിടുത്തെ പബ്ലിക് ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ ഡേൻ്റെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ലാണ്ട് ഒരുപോലെ നമുക്ക് ഈ സിറ്റി ഇപ്പോൾ ആസ് എ ഗേൾ ആണെങ്കിലും ഇപ്പോൾ ആസ് എ നോർമൽ സ്റ്റുഡൻ്റ് ആണെങ്കിലും എടുത്തു പറയുകയാണെങ്കിലും നമുക്ക് ആക്സസ് ഉള്ള ഒരു സിറ്റിയാണ്. ഫുൾ ടൈം ഇപ്പോൾ നമുക്കൊരു ആ ഒരു സേഫ്റ്റി ഇൻഷുറൻസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപോലെ ഉള്ള ഒരു സിറ്റിയാണ്. പിന്നെ എടുത്തു പറയാനായിട്ട് ഇപ്പോൾ നമുക്ക് കോഴിക്കോടിൻ്റെ ഫെസ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് ആണെങ്കിലും ബീച്ച് ഫെസ്റ്റ് ആണെങ്കിലും എല്ലാതും അത്രയും ഡേയ്സും നമുക്ക് ഇപ്പോൾ ആസ് സ്റ്റുഡൻസ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് മാത്രമല്ല ബാക്കി എല്ലാ ഒരു കമ്മ്യൂണിറ്റി ഓഫ് സ്റ്റുഡൻസ് ഉള്ള ഒരു സിറ്റിയാണ് നമ്മളുടെ. എല്ലാ പരിപാടികളും ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ആയിട്ട് അത് ആക്സസിബിൾ ചെയ്യാനും പറ്റും. അതിൻ്റെ ഒരു സെന്റർ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് സ്റ്റുഡൻസ് ഒരുപാട് പേര് വോളണ്ടിയേഴ്സ് ആയിട്ടും ബാക്കി ഡെലിഗേറ്റ്സ് ആയിട്ടൊക്കെ എല്ലാ ഇയറും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കോഴിക്കോടിൻ്റെയും GEC കോഴിക്കോടിൻ്റെയും വിശേഷങ്ങൾ. മറ്റൊരു കോളേജിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.